ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CKCയും വസുന്ധരയും കൂടിയിട്ട് കണ്ടുമുട്ടുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര ചോദിക്കുന്നുണ്ട്, ആ രജിസ്ട്രേഷൻ നടക്കുമോ? ഞാനൊരു കാര്യം പറയാം, രജിസ്ട്രേഷൻ ഒരിക്കലും നടക്കില്ല. അത് നാളെ നടക്കാൻ പോകില്ല, അഡ്വാൻസ് ഒക്കെ കൊടുത്തില്ല. ഞാനൊരു കാര്യം പറയാം, അവളുടെ കണ്ണീര് കണ്ടാൽ നിങ്ങൾ എനിക്ക് വിളിച്ചാൽ ആ രജിസ്ട്രേഷൻ ഞാൻ എങ്ങനെ മുടക്കി എന്നുള്ള സത്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിളിച്ച് പറയാം എന്നൊക്കെ പറയാം. വസുന്ധരയെ ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാതെ ആകെ പകച്ചു പോവുകയാണ്. പിന്നീട് രാത്രിയായിരിക്കുകയാണ്. അങ്ങനെ ശിവാനിയെ രേണുകയാണ് കാണിക്കുന്നത്. അപ്പോൾ ശിവാനി ആണെങ്കിലോ ഇങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ്സും എടുത്ത് നോക്കണം കേട്ടോ. അശോകൻ്റെ റൂമിൽ മൊത്തം അടിച്ചു പെറുക്കണം. അപ്പോഴൊന്നും അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ശിവാനി പറയാണ്, ഒരു നാരങ്ങ മിഠായി പോലും വാങ്ങാനിപ്പോൾ ഞാൻ ഒരാളോട് കെഞ്ചണം. ഈശ്വരമംഗലത്തെ എങ്ങനെ പ്രൗഢിയും പ്രതാപത്തോടും കൂടി ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എനിക്കൊന്നുമില്ല, ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയണം കേട്ടോ. അതിന് മോളെ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ, നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ ഞാനൊരു കാര്യം പറയാം, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, നിൻ്റെ അച്ഛൻ്റെ ഓരോ കടലാസുകൾ നോക്കണ്ട. അങ്ങയുടെ കയ്യിലൊന്നും ഇല്ലാതിരിക്കില്ല, അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന് അമ്മ എനിക്കൊപ്പം നിന്നാൽ നിങ്ങൾക്കും ഞാൻ അത്യാവശ്യം തരാം. അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? അതെ, ഞാൻ ഈ റൂമിലേക്ക് ഒന്ന് പരിശോധിക്കട്ടെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. എന്നാൽ നിങ്ങൾ പോയിട്ട് ഈ അലമാറയുടെ ചാവി പോയി എടുത്തു കൊടുന്നേ എന്ന് പറഞ്ഞിട്ട് രേണുകയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ അലമാറയുടെ ചാവി തപ്പാണ്. അപ്പോൾ ഈ സമയം അശോകൻ ഇങ്ങനെ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രി. അപ്പോൾ കഴിക്കേട്ടാ, ഇങ്ങനെ കഴിക്കാതിരുന്ന ഭക്ഷണം കഴിക്കാതിരുന്ന വല്ല അസുഖം വരുന്നില്ലേ? ഏട്ട ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് എന്താന്നൊക്കെ പറയുമ്പോൾ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പതുക്കെ രേണുക പിറകിലൂടെ പോയിട്ട് ആ ചാവി എടുത്തിട്ട് ശിവാനിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശിവാനി കതകൊക്കെ പെട്ടെന്ന് തുറക്കുകയാണ്. എന്നിട്ട് ശിവാനി ആ പേപ്പേഴ്സുകളൊക്കെ ഇങ്ങനെ തപ്പുന്ന കൂട്ടത്തിൽ ഒരു FDയുടെ പേപ്പർ കാണുക കേട്ടോ. 10 ലക്ഷം ഫിക്സഡ് ഇട്ടിരിക്കുന്നത്. അത് കാണുന്നതിനോടുകൂടി ശിവാനി പറയുന്നത്, ഇതിൽ 10 ലക്ഷം ഫിക്സഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എടി മോളെ, അതൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ അച്ഛൻ്റെ പേരിലല്ലേ. അല്ല, നീ ഇതിൽ ആരാ നോമിനി കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുമോ? തീർച്ചയായും ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ, ഓ നിങ്ങൾ ഇതിൽ നോമിനിയൊന്നും ആരും കൊടുത്തിട്ടില്ല, ചാച്ച ബുദ്ധിമാനാണ്, അങ്ങേരെ അങ്ങനെയാണല്ലോ, അങ്ങേരെ കൊടുക്കുകയാണെങ്കിൽ അങ്ങേരുടെ പെങ്ങളുടെ മക്കൾക്കൊക്കെ അല്ലേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ രേണുക ചോദിക്കുമ്പോൾ, അതെ, ഈ ഒരു FD പേപ്പർ വെച്ചിട്ട് നാളെ ഞാൻ ബാങ്കിൽ പോയിട്ട് 10 ലക്ഷം രൂപ എടുക്കുന്നത് നമുക്ക് കാണിച്ചു തരട്ടെ, അതെങ്ങനെയെന്നൊക്കെ ചോദിക്കും. എനിക്കൊപ്പം നിൽക്കാമെങ്കിൽ തീർച്ചയായും ഇതെടുക്കാൻ എനിക്ക് കഴിയും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ രേണുക ശിവാനി പറയുന്നത് കേൾക്കാണ്. പിന്നീട് ഈ പ്രോപ്പർട്ടി എഴുതി കൊടുക്കുന്ന അയാളും അയാളുടെ ഭാര്യയും കൂടി ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗൗതമിൻ്റെ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഗൗതം ചോദിക്കുകയാണ്, നിങ്ങളിറങ്ങിയോ? ഓ, ഞങ്ങളെപ്പോഴോ ഇറങ്ങി, എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്, കറക്റ്റ് സമയത്ത് എത്തില്ലേ? ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ആ സമയം പാറു വന്നിട്ട് പറയാണ്, മക്കളെ നിങ്ങൾ എന്തായാലും രജിസ്ട്രേഷന് പോവില്ലേ? അതെ, ഞങ്ങൾ പോവാണ്, നമ്മൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ മേലെ നിന്ന് വസുന്ധര കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രജിസ്ട്രേഷന് പോകും, എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നത് കാണാൻ, നിങ്ങൾക്ക് രജിസ്ട്രേഷനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതാ അങ്ങനെയാണെന്ന് കാണാൻ, നീ കരയുന്നത് കണ്ടിട്ടായിട്ട് ഞാൻ വരിക, ഞാനിവിടെ നിൽക്കുന്നുണ്ടാവുക എന്ന് ഇങ്ങനെ വസുന്ധര മുകളിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ ഒരു സന്തോഷത്തോടു കൂടി ഇവരവിടെ നിന്ന് ഇറങ്ങുകയാണല്ലോ. അങ്ങനെ അവർ രജിസ്റ്റർ ഓഫീസിലെത്തണം. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾ പറയുകയാണ്, ഇന്ന് രജിസ്ട്രാർക്ക് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് വരണം, അധികമൊന്നും ഇവിടെ ഇരിക്കത്തില്ല, ഒരു കലിപ്പനാണ് എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഇതുവരെ അയാൾ എത്തിയില്ല. അപ്പം നിധി പറയണ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം, അവൻ ഈ ട്രാഫിക്കിൽ പെടുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാണ് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങണതിന് മുന്നേ അങ്ങേർക്ക് വിളിച്ചതാണല്ലോ, എന്തായാലും ഗൗതം നീ ഒന്ന് വിളിക്കുക എന്ന് പറയണം. അങ്ങനെ ഗൗതം അയാൾക്ക് വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഫോൺ എടുക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ പിറകിൽ കാണാം ഒരാൾ തോക്കുകൊണ്ട് ചൂടുന്ന കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഗുണ്ടകളായിരിക്കും കേട്ടോ. അപ്പോൾ ഗുണ്ടകൾ പറയണത്, തൻ്റെ വീട്ടിലോട്ട് തിരികെ വണ്ടി വിടുമോ എന്ന് പറയുന്നത് കേട്ടോ. അതെന്തിനാന്ന് ചോദിക്കണം. ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടോ, നിങ്ങളെ കാത്ത ഒരു അതിഥി അവിടെ നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയട്ടെ. അങ്ങനെ അയാൾ തൻ്റെ വീട്ടിലോട്ട് തന്നെ വണ്ടി തിരികെ വിടുകയാണ്. പിന്നീട് കഥക് തുറന്നിട്ട് തോക്ക് കൊണ്ട് ചൂടിയിട്ട് ഈ ആളെയും അയാളുടെ ഭാര്യയെയും ഇങ്ങനെ തൻ്റെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ഇവർ ഇറങ്ങുമ്പോൾ ഡോറൊക്കെ തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കാണാൻ CKC ഇറങ്ങി വരുന്നത്. CKCയെ കാണുന്ന ഇവർ ആകെ പകച്ചു പോകണം. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട് തുറന്നിരിക്കുന്നത്, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, കുറച്ച് വളഞ്ഞ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നതെന്നറിയാം, നിങ്ങളൊരു പ്രോപ്പർട്ടി ഒരാൾക്ക് കൊടുക്കാനുള്ള രജിസ്ട്രേഷൻ അല്ലേ എന്ന് പോകുന്നത്. അതെ, തീർച്ചയായും, എങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി എനിക്ക് തരണം. അയ്യോ, അത് നടക്കത്തില്ലല്ലോ, കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ട് അയാൾക്കത് കൊടുക്കാതിരുന്നാൽ അത് പ്രശ്നമായില്ല എന്നൊക്കെ പറയുമ്പോൾ, പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക്
നിന്ന്, അല്ല എങ്കിൽ ഈ തോക്കിന് മുന്നിൽ നിങ്ങളങ്ങ് തീരുമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി അയാൾ പറയണേ അതൊരിക്കലും നടക്കത്തില്ല. അപ്പോൾ അയാളുടെ ഭാര്യ പറയണേ എന്തിനാ ജീവൻ പോകാൻ നിൽക്കുന്നത്, ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാമെന്ന് പറയണേ കേട്ടോ. അങ്ങനെ ഇവരെ ഉപദ്രവിച്ചും കൊണ്ടിരിക്കുകയാണ് CKC കേട്ടോ. എന്നാൽ ഈ സമയം ഗൗതമിൻ്റെ അടുത്ത് വന്നിട്ട് റെസാർ ഇവരുടെ മുന്നിലൂടെ പോകുന്നത് ആ ഒരു സീനാണ് ഗൗതം കാണുന്നതായിട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരുപാട് നേരം ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എനിക്കൊരു സമയമുണ്ട്, അതുവരെ ഞാൻ ഇരിക്കും, എന്നാൽ അത് കഴിഞ്ഞാൽ ഞാൻ പോകുമെന്നൊക്കെ പറയണേ. അപ്പോൾ ഗൗതമിനോട് പറയണേ നിങ്ങൾ വരാമെന്ന് പറയുന്ന പാർട്ടി എവിടെ, നിങ്ങൾക്ക് എഴുതി തരുന്ന ആളെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞതാണ്. എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്നറിയില്ല, എന്തായാലും അയാൾക്ക് ഞങ്ങൾ വിളിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഗൗതം പറയണേ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവരുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയണം കേട്ടോ. ഇതേ സമയം CKC ആണെങ്കിലോ ഇയാളുടെ കഴുത്തിന് പിടിച്ചിട്ട് മര്യാദക്ക് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും, അത് ഉറപ്പാണ്, നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് തീർക്കുന്ന ആ ഒരു കഥയായിരിക്കും നിങ്ങൾ കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, നമുക്ക് ആർക്ക് എഴുതി കൊടുത്തത്, എന്തായാലും നമ്മൾ വിൽക്കാൻ വെച്ചതല്ലേ, അപ്പോൾ പിന്നെ കൊടുക്കല്ലേ, പിന്നെ എന്തിനാ വെറുതെ അതിപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇവർ പറയുന്ന കേൾക്ക്. അപ്പോൾ CKC പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ബുദ്ധിയുണ്ട്, അതുപോലെ ചെയ്യണം, എന്തായാലും അവനിവിടെ എത്തും, ഗൗതമൻ നിധിയും അവനെ ഇവിടെ എത്താതിരിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്, എത്തുമ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങൾ നീക്കണം. അപ്പോൾ അയാൾ പറയണത് ഇതൊക്കെ ചെയ്യുന്ന ഒരു ചതിയാണ്, കുറച്ച് വളഞ്ഞ വഴി തന്നെയാണ് ഞാൻ എടുത്തത്, അത് തെറ്റ് തന്നെയെന്ന് എനിക്കും അറിയാം, പക്ഷേ എനിക്ക് എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ വളഞ്ഞ വഴി എടുത്തത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്നോടൊന്നും തോന്നരുത് കേട്ടോ എന്നൊക്കെ CKC പറയുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഗൗതമൻ നിധിയും പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കാറിൻ്റെ ശബ്ദം കേൾക്കണേ. അപ്പോൾ തന്നെ ഇവർ പറയണേ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം, അല്ല എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിൻ്റെ തോക്കിൻ്റെ മുന്നിൽ അങ്ങ് കിടന്ന് പിടയുന്നത് കാണാം, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഗൗതമൻ നിധിയും ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇവരിങ്ങനെ പകച്ച് നിൽക്കുകയാണ്, എന്താ ഇനി ചെയ്യുക എന്നുള്ള ആ പേടിയോട് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ബെല്ലടിച്ചതിന് മുകളിലൂടെ ഇങ്ങനെ അടിക്കണേ, എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, അതോ ഈ തോക്ക് കൊണ്ട് നിങ്ങളുടെ കഥ കഴിക്കണോ, എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ ആ ഭാര്യ അവിടെ നിന്ന് എണീറ്റ് പോകണിട്ട് അയാളുടെ ഭാര്യ ഒന്നും നോക്കില്ല. പിന്നീട് ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറക്കുമ്പോൾ ഗൗതം നിധിയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒന്നും അറിയാത്തതുപോലെ. അവർ ചോദിക്കുക നിങ്ങൾ ആരാ എന്ന്. അപ്പോൾ ഗൗതം ഹായ് ഞാനാണ് ഗൗതം എന്ന് പറയണേ. പിന്നീട് ഞാൻ നിധിയാണെന്ന് പറയണേ. അല്ല നിങ്ങൾ ആരാ എന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ അവർ പറയണേ ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ഇവിടുത്തെ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ട് അവരെത്തിയില്ലല്ലോ, എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഓ ആ പ്രോപ്പർട്ടിയുടെ കാര്യമല്ലേ, ആ പ്രോപ്പർട്ടി വിൽക്കുന്നില്ല ഞങ്ങളെന്ന് പറയണം. അത് കേൾക്കുന്ന ഗൗതം എന്താ നിങ്ങൾ പറയുന്നത്, അഡ്വാൻസ് തന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാണ്, അത് പിന്നെ ആർക്കും ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ തരണം എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഓരോ മുടന്ന ന്യായം പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ CKC കാണാൻ അവരുടെ ഭർത്താവിൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടുന്ന ആ ഒരു സീൻ കേട്ടോ. ഇത് കാണുമ്പോൾ ശരിക്കും പേടിച്ച് പോവുകയാണ് അവർ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയുന്നുണ്ട് ദയവ് ചെയ്ത് ആ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ദയ തോന്നുകയാണ് ഗൗതമിൻ്റെയും നിധിയുടെയും ആ ഒരു കെഞ്ചി പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ CKC വീണ്ടും അവരുടെ ഭർത്താവിനെ വെടിവെക്കുന്ന ആ ഒരു സീന് കാണുമ്പോൾ പേടിച്ചും കൊണ്ട് ഞങ്ങളത് ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരാനും തയ്യാറാണെന്ന് പറയുമ്പോൾ നിധി വളരെ സങ്കടത്തോടെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.